ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമുക്കൊരു സ്പെസിഫിക് ഫിൽട്രേഷൻ വെച്ചിട്ട് മൾട്ടിപ്പിൾ വർക്ക് ബുക്കായിട്ട് ഒരു ഡാറ്റാ സെറ്റിനെ സ്റ്റോർ ചെയ്യാമെന്നുള്ളതാണ്. ഇതൊരു സാമ്പിൾ എംപ്ലോയി ഡാറ്റാ സെറ്റാണ്. ഇതിൽ നമുക്ക് കാണാം ഡിപ്പാർട്ട്മെൻറ്റ്. ഇതിലെൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റ് വെച്ചിട്ട് ഫിൽട്ടർ ചെയ്തിട്ട് ഓരോ സെപ്പറേറ്റ് വർക്ക് ബുക്ക് ആക്കണം. അതായത് സെപ്പറേറ്റ് ഷീറ്റ് അല്ല, സെപ്പറേറ്റ് വർക്ക് ബുക്ക് ആക്കിയിട്ട് തന്നെ നമുക്കൊരു സ്പെസിഫിക് ഫോൾഡറിൽ സേവ് ചെയ്ത് വെക്കണം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സിനോ കാര്യത്തിനോ അയച്ചു കൊടുക്കുക എന്നുള്ളൊരു മോഡലാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ഡാറ്റ സ്പ്ലിറ്റ് ചെയ്യാൻ ഏതെങ്കിലും ഒരു സ്പെസിഫിക് സെല്ല് വെച്ചിട്ട് ഫിൽട്ടർ ചെയ്തിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ ഒരു ആവശ്യം വന്നു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്കതൊരു ഈസി ആയിട്ട് 1 മിനിറ്റിനുള്ളിൽ തന്നെ സ്പ്ലിറ്റ് ചെയ്തിരിക്കാവുന്ന ഒരു സ്ക്രിപ്റ്റ് നമ്മളിതിൽ പരിചയപ്പെടുത്തുകയാണ്. അത് VBA കോഡ് വെച്ചിട്ടാണ് ഇത് സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ഡാറ്റ നിങ്ങളെ കൈ കിട്ടിക്കഴിഞ്ഞാണെങ്കിൽ ഇതിലേത് ഷീറ്റാണോ സ്പ്ലിറ്റ് ചെയ്യേണ്ടത് ആ ഷീറ്റ് നമ്മൾ ഇവിടെ ഷീറ്റ് നമ്മൾ ഡാറ്റ എന്ന് റീനെയിം ചെയ്യാം. ഓക്കെ, ഇതിൽ ഞാൻ AA എന്ന് പറയുന്ന കോളം വെച്ചിട്ടാണ് നമ്മളിത് ഫിൽട്ടർ ചെയ്തിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ ഞാനൊരു ഷീറ്റ് 2നെ സെറ്റിങ്സ് എന്നും റീനെയിം ചെയ്യാണ്. റീനെയിം ചെയ്തതിന് ശേഷം ഏത് ഫോൾഡറിലേക്കാണോ ഏത് ഡെസ്റ്റിനേഷനിലേക്കാണോ എനിക്ക് ഈ ഫയൽ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫോൾഡറിൻ്റെ പാത്ത് ഞാൻ B1 സെല്ലിലേക്ക് ഇൻസേർട്ട് ചെയ്തു. ഓക്കെ, അതിനുശേഷം ഞാൻ ഡാറ്റയിൽ പോയിട്ട് ഡെവലപ്പർ ടാബിൽ ക്ലിക്ക് ചെയ്തിട്ട് വിഷ്വൽ ബേസിക് എടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് ഞാനൊരു മൊഡ്യൂൾ ഇൻസേർട്ട് ചെയ്യും. ഓക്കെ, ഈ മൊഡ്യൂളിലേക്ക് നമ്മൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന സ്ക്രിപ്റ്റ് നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് സിമ്പിൾ കോപ്പി പേസ്റ്റ്. ഓക്കെ, ഇതിൽ കുറച്ച് ഡീറ്റെയിൽ ഉണ്ട്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഷീറ്റ് 1 എന്നാണെങ്കിലും ഇവിടെ ഷീറ്റ് 1 എന്നാക്കിയാൽ മതി. സെറ്റിങ്സ് എന്ന് പറയുന്നത് ഷീറ്റ് 2 ആണെങ്കിലും ഷീറ്റ് 2 എന്ന് റീനെയിം ചെയ്താലും മതി. ഓക്കെ, എന്നിട്ട് ഇതിന് ശേഷം നമ്മളിത് റൺ ചെയ്യുകയാണെങ്കിൽ നമ്മളെ എക്സൽ ഫയൽ കംപ്ലീറ്റ് സ്പ്ലിറ്റ് ആവും. അതായത് ബേസ്ഡ് ഓൺ A കോളം, അതായത് ഡിപ്പാർട്ട്മെൻറ്റ് വെച്ചിട്ട് നമ്മൾ സ്പെസിഫിക് ഫോൾഡറിലേക്ക് ഈ ഫയൽ സ്പ്ലിറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് കാണുന്നത്. ഇത് അപ്രോക്സിമേറ്റ്ലി ലെസ് ദാൻ 1 മിനിറ്റ് എടുക്കുകയുള്ളൂ. കണ്ടോ, കറക്റ്റ്. ഓക്കെ, ഡൺ എന്നുള്ള മെസ്സേജ് വന്നു. നമ്മൾ സ്പെസിഫിക് കൊടുത്ത ഫോൾഡറിൻ്റെ പാത്തിലേക്ക് ഈ ഫയൽ കംപ്ലീറ്റ് സ്പ്ലിറ്റായി വന്നു. ഈ ഫയലിൻ്റെ ഉള്ളിൽ സ്പെസിഫിക് ആ ഡിപ്പാർട്ട്മെൻറ്റിന് അഗെയിൻസ്റ്റുള്ള ഡാറ്റ മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് നമ്മൾ കുറേ ടൈം കൺസ്യൂമിങ് എടുത്തിട്ട് ഒരു ഫിൽറ്റർ ഇട്ടിട്ട് ഓരോ ഫയലായിട്ട് ചെയ്യണ വർക്ക് നമുക്ക് വളരെ സിമ്പിളായിട്ട് VBA കോഡ് വെച്ചിട്ട് എഴുതിയെടുക്കാം. അപ്പോൾ ഈ VBAൻ്റെ കോഡും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് അത് യൂസ് ചെയ്ത് ചെയ്യാം.